രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവിന് കാരണം ചോറല്ല എന്ന് വിദഗ്ധർ. ഭക്ഷണത്തിൽ നിന്ന് വെറുമൊരു വിഭവം മാത്രം ഒഴിവാക്കിയതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് പരിഹരിക്കാൻ കഴിയില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. പ്രമേഹമുണ്ടെന്നറിയുമ്പോൾ തന്നെ അരിഭക്ഷണം ഒഴിവാക്കുന്നത് മിക്കവരുടെയും ശീലമാണ്. എന്നാൽ ഇത് ചെയ്തിട്ടും അവരുടെ HbA1c എന്ന നിലയിൽ മാറ്റം വരികയോ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഉയർന്ന അളവിൽ തന്നെ തുടരുമെന്നാണ് പലരും പരാതിപ്പെടുന്നത്. നിലവിലുള്ളത് ചോറിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇതൊരു പോഷകാഹാര അസമത്വത്തിന്റെ പ്രശ്നമാണ്. ഒരു സാധാരണ ഇന്ത്യൻ ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് വളരെയധികം അടങ്ങിയതാണ്. ആ അന്നജം ലഭിക്കുന്നത് ചോറിൽ നിന്നാണോ, ചപ്പാത്തിയിൽ നിന്നാണോ, അവലിൽ നിന്നാണോ, അതോ ചെറുധാന്യങ്ങളിൽ നിന്നാണോ എന്നതിൽ വലിയ കാര്യമല്ല. ഭക്ഷണത്തിന്റെ മൊത്തത്തിലുള്ള ഘടനയിലാണ് മാറ്റം വരേണ്ടത്. ഓരോ നേരത്തെയും ഭക്ഷണത്തിലും എത്രത്തോളം പ്രോട്ടീൻ നാം കഴിക്കുന്നുണ്ട്, എത്ര നാരുകൾ അടങ്ങിയിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും തമ്മിലുള്ള അനുപാതം ദിവസം മുഴുവൻ എങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, ഇതാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദിവസേനയുള്ള കലോറിയുടെ 60 മുതൽ 70% വരെ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് വരുന്നത്. എന്നാൽ പ്രോട്ടീൻ ആകട്ടെ ദിവസം മുഴുവൻ കണക്കാക്കിയാൽ പോലും വെറും 30 മുതൽ 40 ഗ്രാം വരെ മാത്രമേ ഉണ്ടാകൂ. നാരുകളുടെ അളവാകട്ടെ വളരെ കുറവും. ചോറിന് പകരം ചെറുധാന്യങ്ങൾ കഴിച്ചതുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് മാറ്റം വരില്ല. ഭക്ഷണത്തിലെ ഈ അനുപാതം ശരിയായി ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 മാർഗങ്ങൾ ഭക്ഷണക്രമത്തിലെ പുനർക്രമീകരണവും കൃത്യമായ വ്യായാമവുമാണ്, പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ട്രെയിനിങ്. ഓരോ നേരവും 25 മുതൽ 30 ഗ്രാം വരെ പ്രോട്ടീൻ, ആവശ്യത്തിന് നാരുകൾ, നിയന്ത്രിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് എന്നിവ ഉൾപ്പെടുത്തി ക്രമീകരിക്കുന്നത് ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസ് ഇൻസുലിൻ പ്രതികരണങ്ങളിൽ വലിയ മാറ്റം വരുത്തും. പച്ചക്കറികളും പ്രോട്ടീനും ഒപ്പം കഴിക്കുന്ന ചോറ് നിങ്ങളുടെ രക്തത്തിൽ ഉണ്ടാക്കുന്ന പ്രതികരണം ഉരുളക്കിഴങ്ങ് കറിക്കും പപ്പടത്തിനും ഒപ്പം കഴിക്കുന്ന ചോറിൽ നിന്നും തികച്ചു വ്യത്യസ്തമാണെന്നും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നു. റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലൂടെ പേശികൾ വളർത്തുന്നത് ഒരു മെറ്റബോളിക് ബഫർ സൃഷ്ടിക്കുന്നു. ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഏറ്റവും കാര്യക്ഷമമായി ആഗിരണം ചെയ്യുന്ന ഒന്നാണ് പേശികൾ. വിശ്രമിക്കുമ്പോൾ പോലും ഇവ രക്തത്തിൽ നിന്ന് പഞ്ചസാര വലിച്ചെടുക്കുന്നു. സ്ഥിരമായി സ്ട്രെങ്തനിങ് ട്രെയിനിങ് ചെയ്യുന്ന രോഗികളിൽ ഫാസ്റ്റിംഗ് ഇൻസുലിനും HbA1cയിലും ഉണ്ടാകുന്ന പുരോഗതി വെറും കാർഡിയോ വ്യായാമങ്ങൾ കൊണ്ട് മാത്രം ലഭിക്കാറില്ല. ഉറക്കം കൃത്യമാക്കുന്നതും വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നതും മെറ്റബോളിക് റിക്കവറി വേഗത്തിലാക്കും. ഉറക്കക്കുറവ് മൂലവും നിയന്ത്രിക്കാനാവാത്ത മാനസിക സമ്മർദ്ദം മൂലവും കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് കൂടുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ദോഷകരമായി ബാധിക്കും. എന്നാൽ ഇവ നിലവിലുള്ള പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവയല്ല അടിസ്ഥാന കാരണങ്ങൾ. ആദ്യം ഭക്ഷണ രീതിയും വ്യായാമവും ശരിയാക്കുക. മറ്റെല്ലാ കാര്യങ്ങളും ആ അടിത്തറയ്ക്ക് മുകളിലാണ് പടുത്തുയർത്തേണ്ടതെന്നും ഡോക്ടർമാർ ഉപദേശിക്കുന്നു.